5:2. മാനസദസ്സിന് വന്ദനം. മനുഷ്യന്റെ ശാസ്ത്രബോധവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായ കാലം മുതൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന്. മനുഷ്യന്റെ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും ഈ ചോദ്യം ബാധകമാണ്. അന്നും ഇന്നും അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ശാസ്ത്രമോ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളോ രക്ഷകനോ ശിക്ഷകനോ അല്ല. അത് വെറുമൊരു ഉപകരണം മാത്രമാണ്. അതുപയോഗിക്കുന്ന മനുഷ്യരാണ് ശാസ്ത്രത്തെ രക്ഷകനും ശിക്ഷകനുമാക്കി തീർക്കുന്നത്. വിനാശകാരിയായി ഉപയോഗിച്ചാൽ അടുപ്പമാകാവുന്ന ആണവോർജം സൃഷ്ടിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആണവ വൈദ്യുതിയാകും. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ചുള്ള ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം. സോഷ്യൽ മീഡിയ മനുഷ്യന്റെ ആശയവിനിമയ ഉപാധിയാണ്. പാരമ്പര്യ മാധ്യമങ്ങളെന്നും പാരമ്പര്യേതര മാധ്യമങ്ങളെന്നും നമുക്ക് മാധ്യമങ്ങളെ രണ്ടായി തിരിക്കാം. പത്രം, റേഡിയോ, ടെലിവിഷൻ ഇവയെല്ലാമാണ് പാരമ്പര്യ മാധ്യമങ്ങൾ. ഇന്റർനെറ്റ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ എല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് പാരമ്പര്യേതര മാധ്യമങ്ങൾ എന്ന്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, സോഹോ, അറാട്ടെ, ഇപ്പോൾ ഏറ്റവും അടുത്തുവന്ന ChatGPT അടക്കമുള്ള ഒരു വിപുലമായ മാധ്യമ ലോകത്തെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് ഇന്റർനെറ്റ് എന്ന വിവരവിനിമയ സംവിധാനമാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പാരമ്പര്യ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അതിനു പിന്നിൽ ഒരു സൂക്ഷ്മമായ എഡിറ്റിംഗും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു എഡിറ്റർ ഉണ്ടെന്നതാണ്. അതിന്റെ വിശ്വാസ്യതയും ആധികാരികതയും ഉറപ്പാക്കുന്ന ഒരു എഡിറ്റിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് പാരമ്പര്യ മാധ്യമങ്ങൾക്ക് അന്നും ഇന്നും വിശ്വാസ്യതയും ആധികാരികതയും വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അധിഷ്ഠിത മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഡിറ്റിംഗ് എന്നൊരു സംവിധാനമില്ല. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം പോലെ അവിടെ പെരുമാറാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസ്യതയുടെയും ആധികാരികതയുടെയും കുറവുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ദൗർബല്യം. എല്ലാവർക്കും അവിടെ തുല്യ പങ്കാളിത്തമാണ്. അവിടെ അധികാരികളില്ല. വാർത്താവിനിമയത്തിന്റെ ഏറ്റവും ശക്തവും സ്വാതന്ത്ര്യവുമായ മാധ്യമമായി സോഷ്യൽ മീഡിയ മാറുന്നത് കൊണ്ട് സത്യങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം എത്ര വേണമെങ്കിലും വക്രീകരിക്കുകയോ കള്ളങ്ങളെ സത്യമെന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. അതേസമയം ഇതിനെ ഒരു ഒന്നാന്തരം പഠനോപാധിയായി ഉപയോഗിക്കാം. കലാപരമോ സാഹിത്യപരമോ ആശയപരമോ ആയ ആവിഷ്കാരത്തിനുള്ള ഏറ്റവും ശക്തവും സ്വാതന്ത്ര്യവുമായ മാധ്യമമായി ഉപയോഗിക്കാനും കഴിയും. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഒരൊറ്റ ആശയത്തിലേക്ക് സംഘടിപ്പിക്കാനും സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള വിപ്ലവങ്ങൾ നടത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള സോഷ്യൽ മീഡിയയുടെ ശക്തി അനന്തമാണ്. ഇക്കാര്യത്തിൽ സോഷ്യൽ മീഡിയയോട് മത്സരിക്കാൻ പാരമ്പര്യ മാധ്യമങ്ങൾക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ ശക്തിയും ദൗർബല്യവും എന്താണെന്നാണ്. സൃഷ്ടിപരമായ സാമൂഹിക പ്രതിബദ്ധമായ ഒരു മാധ്യമം എന്ന രീതിയിൽ സമീപിച്ചാൽ നമ്മുടെ അത്ഭുതകരമായി വളർത്താൻ കഴിയുന്ന സാധ്യതയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. അതേസമയം